ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. വടക്കൻ കേരളത്തിലൊക്കെ ബലമായ ശക്തമായ മഴ ഉണ്ടായിരുന്നു. ഇപ്പം അല്പം കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ വാവ് ബലിയായിരുന്നു. കുറേ ഭക്തരും ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ ഈ കർക്കടക വാവുബലിയെക്കുറിച്ച് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. അതായത് നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, നമ്മുടെ പൂർവികർക്ക് ഒരു വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു നന്ദിയാണ് ഈ ബലിതർപ്പണം എന്ന് പറയുന്നത്. ആദ്യത്തെ ബലി തുടങ്ങുന്നത് നമ്മുടെ ആരെങ്കിലും പൂർവികർ മരിച്ചു പോയാൽ ആ 16 ദിവസം അതിൽ ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു ബലി. എന്ന് വെച്ചാൽ ആ മാതാപിതാക്കളുടെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ഈ ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയത്. ഭാഗവതം പറയുന്നു, ദുർലഭം മാനവജന്മ. ഒരു മനുഷ്യജന്മം കിട്ടുന്നത് വളരെ വളരെ വിരളമാണ്, വളരെ ദുർലഭമാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ഈ മനുഷ്യജന്മം കിട്ടിയും ആ ജീവൻ ഭഗവാനെ ഓർക്കാതെ ജീവിക്കുമെങ്കിൽ അത് മൃഗസമാനമാണ്. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ ആരാ? ഈശ്വരൻ ആരാ? ഈ പ്രകൃതി എന്താണ്? എനിക്ക് ഈശ്വരനുമായിട്ട് എന്താണ് ബന്ധം? എനിക്കും പ്രകൃതിയുമായിട്ട് എന്താണ് ബന്ധം? ഈ ജനനമരണ ചക്രം എന്താണ് എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ മനുഷ്യജന്മം കിട്ടിയാൽ ചോദിക്കണം. പക്ഷേ ഇന്ന് കാലത്ത് നമ്മളെല്ലാവരും ഒരു ചോദ്യമേ ചോദിക്കാറുള്ളൂ: എൻ്റെ പണമെവിടെ? എൻ്റെ സുഖമെവിടെ? ഞാനാരാ? ദൈവമാരാ? മരണമെന്ന് വെച്ചാൽ എന്താ? പുനർജന്മം? ഇതിനെക്കുറിച്ചൊന്നും ആരും ചോദിക്കാറില്ല. എൻ്റെ പണമെവിടെ? എൻ്റെ സുഖമെവിടെ? ഇതുകൊണ്ടാണ് മനുഷ്യജീവിതത്തിനെ മൃഗജീവിതം എന്ന് ശാസ്ത്രം പറയുന്നത്. ഒരു മൃഗം രാവിലെ കണ്ണു തുറന്നാൽ ആദ്യം ആ മൃഗം എന്ത് ചെയ്യും? പശുവാകട്ടെ, ആടുക ആകട്ടെ, കോഴിയാകട്ടെ, പ്രാവാകട്ടെ, ഈ മൃഗങ്ങളെല്ലാം രാവിലെ എണീറ്റാൽ എന്ത് ചെയ്യും? ആൻസർ അറിയാവുന്നവർ ചാറ്റ് ബോക്സിലിടുക. മൃഗങ്ങൾ രാവിലെ എണീറ്റ ഉടനെ എന്ത് ചെയ്യും? ജപമാല എടുത്ത് ജപിക്കുമോ? അല്ല ഉടനെ പോയി ആറ്റിൽ കുളിക്കുമോ? ഒന്നുമില്ല, ഭക്ഷണം അന്വേഷിക്കും. പശുവൊക്കെ
അതിൻ്റെ മുമ്പേ പുല്ല് വെച്ച് കഴിഞ്ഞാൽ, പശുവിടെ മുമ്പേ നമ്മൾ പുല്ല് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം പറയുന്നത്, ശാസ്ത്രം വേണ്ട, നമുക്ക് തന്നെ കാണാം, അത് വേണമെങ്കിൽ രാത്രി വരെയും കഴിച്ചുകൊണ്ടേയിരുന്നോളും. മൃഗങ്ങൾ കണ്ണു തുറന്നാൽ ഒരേ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, എൻ്റെ സുഖം എവിടെ? ഇത്രയേ ഉള്ളൂ, എൻ്റെ തീറ്റ എവിടെ? അപ്പം മനുഷ്യനും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ പണം എവിടെ, എൻ്റെ സുഖം എവിടെ എന്നൊക്കെ ചിന്തിച്ച് വേറെ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ അവൻ മൃഗസമാനമാണ്. ആഹാരം നിദ്ര ഭയമൈഥുനം. ആഹാരം, നിദ്ര ഉറക്കം, ഭയം വഴക്കുണ്ടാക്കുക, എൻ്റെ സ്ഥാനമാനം, മൈഥുനം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. ഈ 4 കാര്യങ്ങൾ, ആഹാര നിദ്ര ഭയമൈഥുനം സാമാന്യമേത്തത് പശുബീർനരാണാം. മനുഷ്യർക്ക് മൃഗത്തിനും ഒരുപോലെയാണ്. നമ്മളും കഴിക്കുന്നു, അവരും കഴിക്കുന്നു, നമ്മളും ഉറങ്ങുന്നു, അവരും ഉറങ്ങുന്നു. ധർമ്മോഹിതേശോ അധികോ വിശേഷോ ധർമ്മേന ഹീന പശുബീർ സമാനാം. അപ്പം മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? അവന് ധർമ്മത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. ധർമ്മേന ഹീന, അവൻ ധർമ്മത്തിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പശുബീർ സമാനാം, മൃഗതുല്യമായ ജീവിതം. ശരിയല്ലേ? ഇന്ന് കാലത്ത് എല്ലാവരുടെ ഓട്ടവും എവിടത്തേക്കാ? പൈസ വേണം, പൈസ വേണം, പൈസ വേണം, ആ ഒറ്റ ചിന്ത, അല്ലെങ്കിൽ ജീവിക്കാൻ. അതാണ്. ഇപ്പോൾ എനിക്ക് നമ്മുടെ സ്ക്രീനിൽ രാജീവ് നായർ സാറിനെ കാണാം. അദ്ദേഹം നൈജീരിയയിലാണ്. ഇന്ത്യയിലിരുന്ന് എന്തിനാണ് നൈജീരിയയിലേക്ക് പോയത്? അല്ലേ? ഇല്ല, ഇതിൽ തന്നെ കുറേ പേര്, ഈ ചിരിക്കുന്ന സുമി സന്തോഷ്, അവർ മിഡിൽ ഈസ്റ്റിലാണ്. എന്തിനാണ് അങ്ങോട്ട് പോയത്? ഇല്ലേ? എല്ലാവരും നമ്മുടെ പണം. ഇന്ന് കാലത്ത് ഒരു അച്ഛൻ മകൾക്ക് വരനെ അന്വേഷിക്കുന്നത് പോലും അങ്ങനെയാണ്. എത്രയാ ശമ്പളം? അപ്പം അതുകൊണ്ട് ഭാഗവതവും പുരാണവും പറയുന്നു, നമ്മൾ മൃഗസമാനമായ ജീവിതമാണ് നയിക്കുന്നത്. ഇതിൽ ധർമ്മത്തിനെക്കുറിച്ച് ഒന്നുമേ ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ച് മരിക്കുമ്പോൾ ആ ജന്മം പാപഭംഗിലമായ, പാപം കൊണ്ട് നിറഞ്ഞ ജന്മമാണ്. അപ്പം അതുകൊണ്ട് സന്താനങ്ങൾ എന്ത് ചെയ്യണം? ഈ 16 ആദ്യം മരണപ്പെട്ട 16 ദിവസത്തിൽ അച്ഛനമ്മയ്ക്ക്, മരിച്ചുപോയവർക്ക് വേണ്ടി തർപ്പണം, പിണ്ടതർപ്പണം, ഒരു പ്രാർത്ഥന ചെയ്യണം. എന്താണ്? ഭഗവാനെ, എൻ്റെ അച്ഛനും മരിച്ചുപോയ അമ്മയും എൻ്റെ മുത്തശ്ശനും പൂർവികരെല്ലാം അങ്ങേ ഓർത്തിട്ടുണ്ടാകും, ചിലപ്പോൾ ഓർക്കാതെ ജീവിച്ചിട്ടുണ്ടാകും. എൻ്റെ സുഖം എന്ന് മാത്രം വിചാരിച്ചതായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടി ചില പുണ്യകർമ്മങ്ങൾ ചെയ്യാം. എന്താണ്? അവർക്ക് വേണ്ടി ഞാൻ നാമം ജപിക്കാം, അവർക്ക് വേണ്ടി ഞാൻ ഭാഗവതം വായിക്കാം, പാവപ്പെട്ട സാധുക്കൾക്ക് ഞാൻ അന്നദാനം ചെയ്യാം, ഗോപൂജ ചെയ്യാം. ഇതിൻ്റെ ഫലമെല്ലാം എൻ്റെ പൂർവികർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് 2 നിറത്തിലുള്ള ധാന്യം, കറുപ്പ് വെളുപ്പ്, ബാർലി, എള്ള് ബാർലി, ഇതിനെ കൊണ്ടുപോയി പിണ്ടമാക്കി ആ പുണ്യ നദിയിൽ ഒഴുക്കി സ്നാനവും ചെയ്ത് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരണം. ഇതാണ് ഈ വാവുബലി എന്ന് പറയുന്നത്. നമ്മുടെ അച്ഛനമ്മ നമുക്ക് വേണ്ടി ഒരുപാട് ശരിയും തെറ്റും ചെയ്തിട്ടുണ്ടാകും ഈ ലോകത്തിൽ നമ്മളെ വളർത്താൻ. ഒരു ചെറിയ നന്ദിയെങ്കിലും നമ്മൾ അത് കാണിക്കണം. കാരണം ഈ പിതൃക്കളെല്ലാം ഇവിടെ ഇരുന്ന് മരിച്ചു പോകുന്നത്, ഞാൻ ഭക്തന്മാരെ, ആധ്യാത്മിക വ്യക്തികളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, സാധാരണക്കാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മത്സ്യമാംസാദികൾ കഴിക്കുകയും ശരി തെറ്റുകൾ അനേകം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാധാരണക്കാർ, അവർ നരകലോക ശിക്ഷയും കഴിഞ്ഞാൽ അടുത്തത് പിതൃലോകത്തിലേക്കാണ് അവരെ മാറ്റുന്നത്. അവിടെ അര്യമനാണ് ചക്രവർത്തി. ഈ പിതൃലോകത്തിൽ മാറിയതിന് ശേഷം അവർ മക്കളെ പ്രതീക്ഷിച്ചിരിക്കും. എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ?
എനിക്ക് വേണ്ടി ഭാഗവതം വായിക്കുന്നോ, നാമജപം ചെയ്യുന്നോ, പശുവിന് പുല്ല് പറിച്ചിടുന്നോ, തുളസിക്ക് വെള്ളം ഒഴിക്കുക, എൻ്റെ പേരിൽ എന്തെങ്കിലും പുണ്യകർമ്മം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ. പക്ഷേ മകൻ 16 ദിവസം ലീവില്ല, ആൾ ഭയങ്കര ബിസിയാണ്. മകൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് തിരുമേനിക്ക് കുറച്ച് കാശ് അയച്ചു കൊടുത്ത് എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറയും. അതായത് നമ്മൾ മകനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ കുഞ്ഞ് പല്ലുവേദന കൊണ്ട് കരയുക. നമ്മൾ ഡോക്ടറെ അടുത്ത് പറയാ എൻ്റെ മകൻ താങ്ങില്ല പല്ലുവേദന, അവൻ്റെ പല്ലുവേദനയുടെ പകുതി എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അവനവൻ്റെ പല്ലുവേദന അവനവൻ തന്നെ അനുഭവിക്കണം. അപ്പോൾ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്താ? ഈ പിണ്ടതർപ്പണം. അപ്പോൾ ഈ വാവുബലിയുടെ ദിവസം അല്ലെങ്കിൽ ബലിയിടുന്ന ദിവസം രാവിലെ കുളിച്ച് ചെന്ന് നാരായണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശനമെടുത്ത് നാമം ചൊല്ലി കറുപ്പും വെളുപ്പുമായ രണ്ട് ധാന്യങ്ങളെ പിണ്ടം വെച്ച് അത് നദിയിൽ ഒഴുക്കി വിട്ട് 7 പുണ്യനദികളെ സ്മരിച്ച് പശുവിനെ സേവിച്ച് സാധുക്കളെ സേവിച്ചിട്ട് അപ്പോൾ ആ പൂർവികർക്ക് വലിയ സന്തോഷമാണ്. ഇവനാണ് യഥാർത്ഥ മകൻ, എനിക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യം ചെയ്തല്ലോ എന്ന്. അതിനെ അപുത്രൻ എന്ന് വിളിക്കുന്നത്. പുത്ത് എന്ന നരകത്തിലിരുന്ന് ത്രാണനം ചെയ്യുന്നവനത്രേ പുത്രൻ. മാതാപിതാക്കൾക്ക് പുത്രൻ വേണമെന്ന് ഇത്രയും തപസ്യരിക്കുന്നത് എന്തിനാ? മരിച്ചു കഴിഞ്ഞാൽ അവരെ നരകലോകത്തിലിരുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാ, പുത്തിലിരുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാ പുത്രൻ എന്ന് പറയുന്നത്. ദശരഥ ചക്രവർത്തി ജീവൻ വിടിഞ്ഞ സമയത്ത് ശ്രീരാമചന്ദ്രമൂർത്തി അച്ഛനോട് ഇല്ല. എല്ലാവർക്കും അറിയാം ഇത് കർക്കടക മാസമാണ്. കർക്കടക മാസത്തിനും വാവ് ബലിയായിട്ട് ബന്ധമുണ്ട്. എന്താ? യമന് ഈ മാസം ടാർഗറ്റ് ഇത്തിരി കൂടുതലാണ്. മറ്റു മാസങ്ങളിൽ 4ഓ 5നെയോ പിടിച്ചോണ്ട് പോയാൽ കർക്കിടകത്തിൽ കൂടുതൽ പിടിച്ചോണ്ട് പോകും. യമനും ഉണ്ട് പ്രഷർ, ടാർഗറ്റ് അല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ദശരഥ ചക്രവർത്തി അയോധ്യയിൽ ശരീരം ഉപേക്ഷിച്ച സമയത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി ദശരഥ ചക്രവർത്തിയോട് ഇല്ല. പിന്നീട് അദ്ദേഹം അറിഞ്ഞപാടെ അദ്ദേഹം പഞ്ചവടിയിൽ അച്ഛന് വേണ്ടി ബലിതർപ്പണം ചെയ്തു. പിന്നെ ഗംഗയിൽ പ്രയാഗിൽ ദശാശ്വമേധ ഘാട്ട് ആ കടവിൽ വെച്ച് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അയോധ്യ തിരിച്ചു വന്നിട്ടും ഗയാശ്രാദ്ധം ഗയയിൽ പോയി അച്ഛന് വേണ്ടി ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഗയയൊക്കെ പോയിട്ടുണ്ടോ? ബീഹാറിൽ ഒരു സ്ഥലമാണ് ഗയ. മഹാ അത്ഭുതമാണ് ഗയ. ഗയയിൽ ചെന്നു. അവിടെ ഗംഗാനദിയുടെ ഒരു ശാഖയുണ്ട്, അതിന് ഫൽഗു എന്ന ആ നദിയുടെ പേര് ഫൽഗു നദി, ഗംഗയുടെ ഒരു ശാഖ. അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തിയും കൂടെ സീതാദേവിയുമുണ്ട് ശ്രാദ്ധം ചെയ്യാൻ. ഭർത്താവോട് ഇരുന്ന് ദശരഥ ചക്രവർത്തിക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യാൻ. അപ്പോൾ എന്തോ ഒരാവശ്യത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി എണീറ്റു. വരാൻ അല്പം താമസിച്ചു. ദശരഥൻ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ ദശരഥൻ സീതാദേവിയോട് ചോദിച്ചു, രാമൻ കാണുന്നില്ല, സമയം അതിക്രമിക്കുന്നുണ്ട്. ശരി, രാമൻ്റെ സ്ഥാനത്ത് നിന്ന് മോളെ നീയെങ്കിലും എനിക്ക് വേണ്ടി ഈ പിണ്ടധർമ്മം, ഈ തർപ്പണം, ഈ പൂജ ചെയ്യണം. ഉടനെ രാമനെ കാണാത്തത് കൊണ്ട് സീതാദേവി ആ തർപ്പണം അങ്ങോട്ട് ചെയ്തു. അല്പം കഴിഞ്ഞ് ശ്രീരാമൻ വന്നു. സീതാദേവി പറഞ്ഞു, ഞാൻ ചെയ്തു. നീ ചെയ്തോ? എന്തുകൊണ്ടാ? സാധാരണ ബലിതർപ്പണങ്ങൾ സ്ത്രീകൾ ചെയ്യാറില്ല, പുരുഷന്മാരാ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും കുടുംബത്തോടെ എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ സീതയെടുത്ത് ചോദിച്ചു, നീ എന്തിനാ ചെയ്തത്? അല്ല, ദശരഥ ചക്രവർത്തി എന്നോട് വന്ന് അപേക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്തു. ശരിക്കും നീ ചെയ്തോ? അതെ. ദാ ഈ ബ്രാഹ്മണൻ സാക്ഷി, ഫൽഗു നദി കണ്ടോണ്ടിരിക്കുക, പശു കണ്ടോണ്ടിരിക്കുക, തുളസിയും കാണുകയായിരുന്നു, ആലും ഇവർ 5 പേരും ഞാൻ ചെയ്തത് കണ്ടു എന്ന് സീതാദേവി പറഞ്ഞു. ഫൽഗു നദി കണ്ടു,
ബ്രാഹ്മണൻ കണ്ടു, തുളസീദേവി കണ്ടു, പശു കണ്ടു, ആലും കണ്ടു. അപ്പോൾ ഇവരടുത്തെല്ലാം ശ്രീരാമൻ ചോദിച്ചു, സീതാദേവി ശരിക്കും ചെയ്തോ, ചെയ്യേണ്ടതൊക്കെ ചെയ്തോ? ഇതിൽ 5-ൽ 4 പേര് പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്കറിയില്ല, പേടിച്ചിട്ടേ. തുളസി പറഞ്ഞു, നദി ഫൽഗു നദി പറഞ്ഞു, പശുവും പറഞ്ഞു, ബ്രാഹ്മണരും. ആല് മാത്രം പറഞ്ഞു അതെ ഞാൻ കണ്ടു, എല്ലായി നേരായ വിധത്തിൽ നടക്കുന്നു. സീതാദേവി അന്ന് ശപിച്ചതാ 1000 വർഷങ്ങൾക്ക് മുമ്പ്. ഫൽഗു നദി നീ ഈ ഗയയിൽ ഉണങ്ങിപ്പോകട്ടെ എന്ന് ശപിച്ചു. മഹാ അത്ഭുതം. ഈ ഫൽഗു നദിയുടെ തീരം നിങ്ങൾ ഗയയിൽ പോയവർക്ക് കാണാം, ഒരു തുളി വെള്ളമില്ല. എത്ര മഴക്കാലമാണെങ്കിലും ശരി ഈ നദിയിൽ ഒരു തുളി വെള്ളം പോലും ഇല്ല. വെള്ളം ഇങ്ങനെ വന്ന് ഗയയുടെ മുമ്പേ വരുമ്പോൾ മണ്ണിൻ്റെ അടിയിലായിപ്പോകും. രണ്ടാമത്തത് തുളസി. ഗയയിൽ തുളസി വളരത്തില്ല. എത്ര മെനക്കെട്ട് തുളസിയെ നട്ടുവെച്ചാലും ശരി തുളസി വളരത്തില്ല. സീതാദേവി തുളസി എടുത്തും ദേഷ്യപ്പെട്ടു, നീയും കള്ളം പറഞ്ഞല്ലോ. ബ്രാഹ്മണനും പശുവും, അതും ഒരു അത്ഭുതമാണ്. ഗയയിൽ പോയി നോക്കിയാൽ എല്ലാ പശുവും മെലിഞ്ഞ് എല്ലും തോലുമായിരിക്കും. എത്ര പുല്ല് തീറ്റ കൊടുത്താൽ ഈ പശു വണ്ണം വയ്ക്കത്തില്ല. ബ്രാഹ്മണർ എന്നും നിങ്ങൾ ദരിദ്രരായിരിക്കുമെന്ന് സീത പറഞ്ഞു. ഇന്നും അവിടുത്തെ ബ്രാഹ്മണർ ദരിദ്രരാണ്. എത്ര പണം കൊടുത്താലും അവർ ദരിദ്രരാണ്. എന്തൊരു അത്ഭുതമാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം. പക്ഷെ ഇന്നും നമുക്ക് ഗയയിൽ കാണാം. ഗയാശ്രാദ്ധം വളരെ ഫേമസാണ്. ഒരു രാക്ഷസൻ അവിടെ ഗയയിൽ അമ്പലത്തിൽ ഭഗവാന്റെ വിഗ്രഹമൊന്നുമില്ല. ഭഗവാന്റെ ഒരു പാദമേ ഉള്ളൂ. സാധാരണ ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ 2 കാലും കാണണ്ടേ. അമ്പലത്തിൽ ശ്രീകോവിലിൽ കരിങ്കല്ലിൽ ഒരേ ഒരു പാദം മാത്രമേ കൊത്തി വെച്ചിട്ടുള്ളൂ. ഗയ എന്ന രാക്ഷസൻ്റെ മേലെ ഭഗവാൻ പാദം വെച്ച് ആ രാക്ഷസന് മോക്ഷം കൊടുത്തതാണ്. ആ രാക്ഷസൻ പ്രാർത്ഥിച്ചു, പിണ്ടതർപ്പണം ചെയ്യാൻ എല്ലാവരും വരട്ടെ. ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഗയയിൽ ചെന്ന് തൻ്റെ പിതാവിന് വേണ്ടി ശ്രാദ്ധം ചെയ്തു. അപ്പം നമുക്കൊരു സംശയം തോന്നാം, അപ്പം ഇത് എപ്പോഴും ചെയ്യണോ? എല്ലാ മാസവും ചെയ്യണോ? എല്ലാ കൊല്ലവും ചെയ്യണോ? എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒരു തവണ മകൻ ചെയ്താലും മതി എന്നാണ്. എന്നാലും വർഷം തോറും ചെയ്യുന്നവരുണ്ട്, മാസാമാസം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം നാമജപം ജപിക്കുന്നവന് ഒരു വ്യക്തിക്ക് ഈ ശ്രാദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാരണം നാമജപം ചെയ്യുന്ന ഒരാൾ ദിവസവും ഭഗവാന് ഭക്ഷണം സമർപ്പിച്ച് നൈവേദ്യം ചെയ്ത് പ്രസാദമായി താനും കഴിക്കുന്നു, മറ്റുള്ളവർക്കും വിതരണം ചെയ്യുന്നു. ഒരു ഭക്തൻ എന്നും തുളസിയെ പൂജിക്കുന്നുണ്ട്, എന്നും ഭാഗവതം വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ നിത്യകർമ്മത്തിൽ തന്നെ ഈ പിണ്ടദാനം ഒതുങ്ങി അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു ചടങ്ങ് എല്ലാ മക്കളും ഒരു തവണയെങ്കിലും ചെയ്യണം എന്നാണ്. കർക്കടക ബലി ഇത് ശ്രീരാമചന്ദ്രമൂർത്തി തൻ്റെ പിതാവിന് വേണ്ടി ചെയ്തു, ചൈതന്യ മഹാപ്രഭു ചെയ്തു, പല ശ്രേഷ്ഠരായ ആൾക്കാരും ഇത് ചെയ്തിട്ടുണ്ട്. ചില സമയം സന്യാസിമാരിത് ചെയ്യാറില്ല. എന്നിരുന്നാലും ശങ്കരാചാര്യർ തൻ്റെ അമ്മയ്ക്കായി വന്ന് ചെയ്തു. ശങ്കരാചാര്യ സ്വാമികൾ സന്യാസം എടുത്ത കാലത്ത് ഏകദണ്ഡി സന്യാസി, ഏകദണ്ഡം, ഒറ്റ വടി മാത്രമുള്ള സന്യാസം, ഏകദണ്ഡം. ഈ സന്യാസിമാരെങ്ങനെയെന്ന് വെച്ചാൽ അവരവരുടെ വീട്ടിലിരുന്ന് ഇറങ്ങുന്ന സമയത്ത് അപ്പം തന്നെ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ സ്വയം മരിച്ചതായി അവർ സ്വയം അവർക്ക് തന്നെ പിണ്ടം വെച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ.
എനിക്ക് കുടുംബത്തോടുള്ള ബന്ധം വേണ്ട, മാതാപിതാക്കളോടുള്ള ബന്ധം വേണ്ട, കൂടപ്പിറപ്പോടൊരു ബന്ധം വേണ്ട, പണം, സ്വർണം, ധനം ഒന്നിനോടും എനിക്കൊരു ബന്ധം വേണ്ട, എനിക്ക് എൻ്റെ ശരീരത്തിനോടും ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ഈ ഏകദണ്ഡി, ശങ്കരാചാര്യ സമ്പ്രദായത്തിൽ വരുന്ന ഏകദണ്ഡി സന്യാസി വീട് വിട്ട് ഇറങ്ങുമ്പോൾ സ്വയം തനിക്ക് വേണ്ടി അദ്ദേഹം പടിയിൽ പിണ്ടദാനം വെച്ചിട്ട് പോകും. ശങ്കരാചാര്യ സ്വാമികൾ സന്യാസം എടുക്കാൻ അമ്മ അനുവദിച്ചതേയില്ല. ഒരുപാട് ചോദിച്ചിട്ടും അമ്മ അനുവാദം കൊടുത്തില്ല. അവസാനം ഇതെങ്ങനെയോ അമ്മ അനുവാദം കൊടുത്തു. പക്ഷെ അമ്മയ്ക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. നീ എന്നെ വന്ന് പുണ്യസ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകണം, ഞാൻ മരിക്കുമ്പോൾ നീ അടുത്ത് കാണണം, എനിക്ക് വേണ്ടി നീ പിണ്ടതർപ്പണം ചെയ്യണം. ഒരു സന്യാസി, അതും ശങ്കരാചാര്യരെ പോലെ ശ്രേഷ്ഠനായ സന്യാസിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും അമ്മയ്ക്ക് വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ ശങ്കരാചാര്യർ വന്നു അമ്മയുടെ അവസാന സമയമായപ്പോൾ. അപ്പം അമ്മ ചോദിച്ചു, എനിക്ക് എന്താണ് പരമസത്യം? ഇപ്പം ഞാൻ എന്തിനെയാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകുന്ന നേരമായി കഴിഞ്ഞു മകനെ, ഞാൻ എന്തിനെയാ ചിന്തിക്കേണ്ടത്? ഇത് മഹാ അർത്ഥവത്തായ ചോദ്യമാണ്. മരണസമയത്ത് നമ്മൾ എന്തിനെയാ ചിന്തിക്കുന്നത്? ഗീതയിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്, യം യം വാപ്പി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം തം തമേ വൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. അർജുന, മരണവേളയിൽ നീ എന്തിനെ വിചാരിക്കുന്നോ അതുമായിട്ട് തന്നെ തീരും. പറയാൻ പറ്റില്ല. ചെറുപ്പത്തിൽ ചെറു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ശരീരം ഭയങ്കര ആക്റ്റീവും മനസ്സ് സൈലൻറ്റുമാണ്. വയസ്സാകും തോറും മനസ്സ് ഭയങ്കര ആക്റ്റീവും ശരീരം സ്ലോ ആണ്. നമ്മളിൽ പലരും സ്ലോ ആയി കഴിഞ്ഞു. നടക്കുന്നത് സ്ലോ, ഇരിക്കുന്നത് സ്ലോ, എണീക്കുന്നത് എല്ലാം സ്ലോ. പക്ഷേ മനസ്സാണെങ്കിലോ ഒരു കുതിരയുടെ വേഗത്തിലാണ് പായുന്നത്. ചിരിച്ചാൽ ഇവൻ എന്തിനായിരിക്കും ചിരിക്കുന്നത്? എന്നെ കളിയാക്കിയാണോ? ചിരിച്ചില്ലെങ്കിൽ ഇവെന്തുകൊണ്ട് ചിരിച്ചില്ല? എൻ്റെ അടുത്ത് വൈരാഗ്യമാണോ? വെറുതെ മനസ്സങ്ങ് ചിന്തിച്ചു കൂട്ടും. വയസ്സാകും തോറും മനസ്സ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പോൾ ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുന്ന സമയത്ത് ഭഗവാനെ വിചാരിച്ചില്ലെങ്കിൽ സ്വമേധയായി മനസ്സ് ആരെയൊക്കെ വിചാരിക്കും. ഗരുഡപുരാണം പറയുന്നു 90% ആൾക്കാരും ശരീരത്തിലിരുന്ന് പ്രാണൻ വിടുമ്പോൾ അവരെ ചെറുമക്കളെയായിരിക്കും ചിന്തിക്കുക. 90% ആൾക്കാരും ആരെയായിരിക്കും ചിന്തിക്കുക? ചെറുമക്കളെ ചിന്തിക്കും, പേരക്കുട്ടികളെ ചിന്തിക്കും. ചിന്തിച്ചിട്ട് അതേ വീട്ടിൽ പുനരപ്പി ജനനം പുനരപ്പി മരണം, വീണ്ടും അവിടെ തന്നെ വന്ന് ജനിക്കും. നിങ്ങൾ അങ്ങനെ ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ടോ? മുത്തശ്ശൻ്റെ പേര് ചെറുമകന് വെക്കുന്ന ഒരു സമ്പ്രദായം ഒരുപാട് നാടുകളിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഇംഗ്ലീഷുകാർക്ക് പോലും അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പൂപ്പൻ്റെ പേര് ചെറുമകന് വെക്കും. ഹെൻറി ദ 1, ഹെൻറി ദ 2, ഹെൻറി ദ 3, അങ്ങനെ രാജാക്കന്മാരെയൊക്കെ കേട്ടിട്ടില്ലേ? 1, 2, 3 വരിക്കങ്ങ് വെക്കും. എന്തിനാണ് മുത്തശ്ശൻ്റെ പേര് ചെറുമകന് വെക്കുന്നത്? ഇതാണ് സിദ്ധാന്തം. വയസ്സായി മരിക്കുന്നവരിൽ ഭൂരിപക്ഷം ഭാഗം ആൾക്കാരും ചെറുമക്കളെ ചിന്തിച്ചിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അതേ വീട്ടിൽ വീണ്ടും വന്ന് ജനിക്കും. ആലോചിച്ച് നോക്കൂ, അതേ വീട്ടിൽ നമ്മൾ വല്ലതും പാറ്റയായി ജനിച്ചാൽ ഇവർ തന്നെ ഹിറ്റടിച്ച് നമ്മളെ കൊല്ലും. നമ്മളെ സ്വന്തം മക്കൾ തന്നെ മരുന്നടിച്ച് നമ്മളെ തന്നെ കൊല്ലും അല്ലേ? ഇത് തമാശയിലെ സത്യമായത്. യം യം വാപ്പി സ്മരൺ ഭാവം ത്യജത്തന്തേ കളേവരം തം തമ്യേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. അർജുന, നീ മരണവേളയിൽ എന്ത് ചിന്തിക്കുന്നു അതുമായിട്ട് തന്നെ നീ ജനിക്കും. അന്തകാലേ ച മാംയേവ സ്മരൺ മുക്ത്വാ കളേവരം. അതുകൊണ്ട് അർജുന, അന്തകാലം, അന്ത്യകാലത്തിൽ എന്നെ വിചാരിച്ചിട്ട് ശരീരം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ പോയി വീണ്ടും 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 അവിടെ തന്നെ ജനിച്ചുകൊണ്ടിരിക്കും. അപ്പം മക്കളുടെ കർത്തവ്യമാണ് അവർ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ തന്നെ 5 പേർക്ക് കടം വെച്ചിട്ടാണ് ജനിച്ചത്.
ദേവകടം, ദേവന്മാർക്ക് നമ്മൾ കടം കൊടുക്കേണ്ടതുണ്ട്. എന്താണ്? ഒരു ടാക്സും കൊടുക്കാതെ ആ സൂര്യപ്രകാശവും മഴവെള്ളമൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. ആ മഴവെള്ളം പിടിച്ച് പൈപ്പിൽ കൊടുക്കുന്ന സർക്കാരിന് നമ്മൾ കറക്റ്റ് ടാക്സ് അടയ്ക്കാറുണ്ട്. പക്ഷേ മഴവെള്ളം സൃഷ്ടിച്ചയക്കുന്ന ദേവഗണങ്ങൾക്ക് നമ്മളൊന്നും കൊടുക്കാറില്ല. ദേവകടം. ഋഷിക്കടം. ഋഷിമാർ വനങ്ങളിൽ തപസ്യ ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ പ്രജകൾക്കും വേണ്ടിയാണ്. ഋഷിക്ക് കടം കൊടുക്കേണ്ടതുണ്ട്. ബ്രാഹ്മണ കടം. ബ്രാഹ്മണൻ ഗായത്രി ജപിച്ച് യജ്ഞഹോമാദികൾ ചെയ്യുന്നത് അവന് വേണ്ടി മാത്രമല്ല, ഓം ഭൂർഭുവസ്വഹ ത്രിലോകങ്ങൾക്കും വേണ്ടിയാണ് അവൻ യജ്ഞഹോമാദികൾ ചെയ്യുന്നത്. അപ്പോൾ അവനും കടം വീട്ടേണ്ടതുണ്ട്. ഗുരുവിന് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറേ പേർക്ക് നമ്മൾ ജന്മനാ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മരണസമയത്തിൽ ഭഗവാനെ ഓർക്കാൻ സാധിച്ചില്ലെങ്കിൽ 90% ആൾക്കാരും ചെറുമക്കളെ ഓർക്കുകയും അതേ വീട്ടിൽ തിരിച്ച് ജനിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഈ കടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പിണ്ടതർപ്പണം ചെയ്യുന്നത്. നമ്മുടെ പൂർവികർ വീണ്ടും വീണ്ടും ഇതിൽ കുടുങ്ങി ഈ ലോകത്തിൽ തന്നെ ജനിക്കേണ്ട, അവർക്ക് പോകണം. അപ്പോൾ ഈ പിണ്ടതർപ്പണം ചെയ്താൽ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താണ്? ഉടനെ അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടും. ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി മുത്തശ്ശന് വേണ്ടി ബലിയിട്ട് കഴിഞ്ഞാൽ അവർക്കെല്ലാം മോക്ഷം കിട്ടും എന്ന് നമ്മൾ ചിലർ വിചാരിക്കാറുണ്ട്. അങ്ങനെ മോക്ഷം കിട്ടുമോ? ഉള്ള കോഴിയും ആടിനെയൊക്കെ പിടിച്ച് തിന്ന് കൊള്ളരുതായ്മകളൊക്കെ ചെയ്ത് എല്ലാ തെറ്റും ചെയ്ത് മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി നമ്മൾ ബലിയിട്ട് കഴിഞ്ഞാൽ അയാൾ നേരെ വൈകുണ്ഠത്തിൽ പോവോ? അങ്ങനെയാണെങ്കിൽ എത്ര എളുപ്പമായി, എല്ലാവർക്കും വേണ്ടി ബലിയിട്ടാൽ പോരെ. അവർ മോക്ഷപ്രാപ്തി വൈകുണ്ഠത്തിൽ പോവുകയില്ല, പിതൃലോകത്തിലിരുന്ന് അവരങ്ങ് രക്ഷപ്പെടും. പിതൃലോകത്തിൽ പിതൃക്കളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഉയർന്ന് കുറച്ചും കൂടെ നല്ല ഗതിയിൽ ആ ഒരു അവസ്ഥയിലിരുന്ന് അവർ രക്ഷപ്പെടും. അതാണ് ഈ ബലിതർപ്പണം ചെയ്യുന്നത്. അതേസമയം ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ പിതൃ അവസ്ഥയിലില്ല, നമ്മുടെ 7 തലമുറ മുന്നോട്ടുള്ളവർക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടും. 5ാമത്തെ കടം പറഞ്ഞില്ലേ? എന്തൊക്കെയാണ്? ദേവകടം, ഋഷികടം, ബ്രാഹ്മണകടം, ഗുരുയുടെ കടം, ധാത്രി ഭൂമിക്കും കടമുണ്ട്. കാരണം നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം, കുടിക്കുന്ന വെള്ളം, ഉപയോഗിക്കുന്ന പഴം പച്ചക്കറികൾ സർവ്വതും എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭൂമിയിൽ. അഥവാ വെള്ളം കിട്ടിയില്ലെങ്കിൽ കുഴൽ കിണറിട്ട് നമ്മൾ അകത്തിരുന്ന് വലിച്ചെങ്കിലും എല്ലാം വെള്ളം എടുക്കും, ഇല്ലേ? നമ്മളെ നാട്ടിൽ കുഴൽ കിണറിട്ട് വെള്ളം വലിച്ചെടുക്കും. ഗൾഫ് രാജ്യങ്ങളിൽ കുഴൽ കിണറിട്ട് പെട്രോൾ അങ്ങ് വലിച്ചെടുക്കും. ചുരുക്കത്തിൽ ഭൂമിദേവിയുടെ സർവ്വതും വലിച്ചെടുക്കും, എല്ലാം എടുക്കും. സ്വർണം, നവരത്നങ്ങൾ എല്ലാം ഭൂമിയിൽ നിന്നാണ്. ആ ഭൂമിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാറുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഒരു ബ്രഹ്മചാരി, ഒരു സന്യാസിമാർ അവരുടെ ദൈനംദിന നിഷ്ഠയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, നല്ല മനോഹരമായ ശ്ലോകം. അത് പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ ഉറങ്ങാൻ പോകുന്നത്, ഈ ഋഷിവര്യന്മാർ. എന്താണ് ശ്ലോകം? എൻ്റെ പ്രിയപ്പെട്ട ഭൂമിദേവി, ഇന്ന് നീ എന്നെ താങ്ങി, അതിനൊരുപാട് നന്ദിയുണ്ട്. നാളെ ഉറക്കം കഴിഞ്ഞാൽ ഞാൻ എണീക്കില്ലെന്ന് എനിക്ക് ഒരു നിശ്ചയവും ഇല്ല. നമ്മളെല്ലാവരും പോയി ഉറങ്ങാൻ കിടക്കുന്നു. അടുത്ത ദിവസം എണീക്കും എന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ആർക്കെങ്കിലും ഒരു ഗ്യാരണ്ടി ഇല്ല. നാളെ ഞാൻ ഇല്ലെന്ന് എനിക്കറിയില്ല. അഥവാ ഞാൻ എണീറ്റാൽ ഞാൻ വീണ്ടും നിന്നെ ചവിട്ടും. പക്ഷെ ഞാൻ നിന്നെ ചവിട്ടുന്നത് ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം, എൻ്റെ സ്വാർത്ഥതയ്ക്ക് ആകാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഋഷിവര്യന്മാർ കിടക്കുന്നത്. ഭൂമി, ഇന്ന് ഞാൻ നിന്നെ ചവിട്ടി, എനിക്ക് യോഗ്യതയില്ല, നീ താങ്ങി, ഞാനിതാ ഉറങ്ങാൻ പോകുന്നു, നാളെ എണീക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. എണീറ്റാൽ ഞാൻ വീണ്ടും നിന്നെ ചവിട്ടും, അത് ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം, എൻ്റെ സ്വാർത്ഥതയ്ക്കില്ല എന്നാണ്.
അപ്പോൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പിതൃപൂജ, വാസ്തുപൂജ, ഇത് എല്ലാം ആ നാമത്തിൽ ഒതുങ്ങിയിരിക്കുക. പ്രത്യേകം ഓരോന്നും ചെയ്യേണ്ടതില്ല. ഒരു ഭക്തൻ ചെയ്യുന്ന ദൈനംദിന കർമ്മത്തിൽ തന്നെ മറ്റ് കർമ്മങ്ങളെല്ലാം ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം ബലിതർപ്പണത്തിൽ പോകുമ്പോൾ നമ്മൾ ധാന്യങ്ങൾ നദിയിൽ ഒഴുക്കി ബ്രാഹ്മണ സേവ, ഗോസേവ, പുണ്യനദി സ്നാനം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു സാധു, ഒരു ആത്മീകവാദി ദിവസവും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഒത്തിരി ചോദ്യങ്ങളുണ്ടായി. അതുകൊണ്ടാണ് അതിന് മറുപടിയായിട്ട് തന്നെ ഇതും ചെയ്യുന്നത്. പിന്നെ ഈ മാസം വളരെ പ്രത്യേകതയാണ്. ഓഗസ്റ്റ് 26 ശ്രീകൃഷ്ണ ജയന്തി, ഭഗവാന്റെ ആവിർഭാവ ദിനം. ജയന്തി വളരെ സ്പെഷ്യലാണ്. പക്ഷേ ഈ മാസം കേരളം മുഴുവനും മഴയത്താണ്. നല്ല മഴയിൽ തന്നെ പോന്നു. വയനാട് നിങ്ങളെല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാകും. വളരെ വേദനാജനകമായ ഒരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദ്യം ചോദിച്ചു, എത്രയോ നല്ലവരും ഇതിനകത്ത് കാണുമല്ലോ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കേദാർനാഥിൽ പോലും ബദ്രിനാഥിൽ പോലും ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇതിനെ ഉഗ്രകർമ്മം എന്ന് പറയും. ഉഗ്രകർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ 10 പേരുണ്ട്. 9 പേരും പുകവലിക്കുന്നവരാ, ഒരാൾ പുകവലിക്കത്തില്ല. 9 പേരും ഇങ്ങനെ പുകവലിക്കുന്നു. 10ാമത്തവൻ പുകവലിക്കില്ല. പക്ഷേ അവൻ അതിൻ്റെ ദോഷം ഉണ്ടാകുമോ ഇല്ലേ? ദോഷം ഉണ്ടാകുമോ ഇല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പുകവലിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുകവലിക്കുന്നവരുടെ നടുക്കുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ഉണ്ടാകും. ഭൂമിയിൽ പാപങ്ങൾ വർദ്ധിക്കും തോറും പ്രകൃതിക്ഷോഭങ്ങളുണ്ടാക്കും. 1930, 40, 50, 60കളിലൊക്കെ ഒരു വെള്ളപ്പൊക്കം, നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വെള്ളപ്പൊക്കമോ ഒരു പ്രശ്നമോ വന്നാൽ അത് കഴിഞ്ഞ് ഒരു 20-25 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു ഭൂകമ്പമോ ഒരു വെള്ളപ്പൊക്കമോ ഇതൊക്കെ വരുന്നത്. ഇന്ന് ലോകത്ത് മാസാമാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടിൽ മാത്രമല്ല, കേദാർനാഥിൽ മണ്ണിടിച്ചലും ഇതൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച നേപ്പാളിൽ ഇതുപോലെ വീണ് ഒരു 10, 40, 50 പേര് മരിച്ചു. വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഇവിടെയെല്ലാം വെള്ളപ്പൊക്കം വന്ന് വീടുകൾ അടിച്ചുകൊണ്ട് പോയി. മാസം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഭൂമിയുടെ ഒരു കോണിൽ. പണ്ട് ഒരു ക്ഷാമം, ഒരു പട്ടിണി, ഒരു മഴയില്ലായ്മ അല്ലെങ്കിൽ വെള്ളം, ഇതൊക്കെ വന്നാൽ പിന്നെ ഒരു 15-20 കൊല്ലം കഴിഞ്ഞ് അടുത്ത ദുരന്തം വരുള്ളൂ. ഇപ്പം മാസം ദുരന്തം വരാണ്. എന്താണ്? ഉഗ്രകർമ്മം. എല്ലാവരും മത്സ്യമാംസാദികൾ കഴിക്കുന്നു, പാപങ്ങൾ ചെയ്യുന്നു. ഇത് കൂടുന്തോറും മാസം ഇത് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അസാമിലും വെള്ളപ്പൊക്കമാണ്, നേപ്പാളിൽ ഇങ്ങനെ എത്രയോ ജനങ്ങൾ മരിക്കുന്നു. നമുക്കെല്ലാവർക്കും എല്ലാ വിധത്തിലുമുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലൊക്കെ അതിൽ ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് അമ്പലത്തിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി അത് ഭഗവാന് സമർപ്പിച്ചിട്ട് അതാണ് കൊണ്ടുപോയി ഈ ക്യാമ്പുകളിലൊക്കെ ഉള്ളവർക്ക് കൊടുക്കുന്നത്. അത് ക്യാമ്പിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ എനിക്കിപ്പോഴും അത് ആലോചിച്ച് ചിരി വരും. ആ ക്യാമ്പിൽ വീട് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടിൽ വന്നവരവരെ അവർ നമ്മളടുത്ത് ചോദിക്കും, ബിരിയാണി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് അപ്പുറത്ത് ആരെങ്കിലും കോഴി ബിരിയാണി, മുട്ട ബിരിയാണി കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറും ചോറും ഇതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് അവർ പോയി അത് കഴിക്കും. പാപം ചെയ്താൽ നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. എന്നിട്ടും ഇത് തീരുന്നേയില്ല. പ്രഭുപാദർ പറഞ്ഞു, സാധു മൃഗങ്ങളെ കൊന്നു കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലം വരെയും ഭൂമിയിൽ ഇതുപോലെ ദുരന്തങ്ങൾ ഓരോ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും. ഇതല്ലെങ്കിൽ പിന്നെ ഒരു ട്രെയിൻ ഇടിച്ചു 100 പേര് മരിച്ചു,
അല്ലെങ്കിൽ ഒരു കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി 100 പേര് മരിച്ചു. എന്തെങ്കിലും ഒന്ന് മാറി 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 വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാമം ജപിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിനും കൂടെ ചേർത്താണ് നമ്മൾ നാമം ജപിക്കുന്നത്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത സത്സംഗത്തിൽ കാണാം.